ഹലോ ഗൈസ്, അപ്പോൾ ഇത് പ്രൊഡക്റ്റിൻ്റെ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഈ ജോൺസൺസൊക്കെ നമുക്ക് ഒരുപാട് നോസ്റ്റ് തരുന്ന ഒരു ഐറ്റം കൂടിയാണ്. ശരിക്കും 90s കിഡ്സിനൊക്കെ പ്രത്യേകിച്ച് ഓർമ്മയുണ്ടാവും. അപ്പോൾ അന്നൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ ജോൺസൺ ബേബി. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഫേസ് ഓയിലും ബോഡി പെട്ടെന്ന് ഡ്രൈ ആണ്. അപ്പോൾ എനിക്ക് മൈൽഡ് സോപ്പ് തന്നെയാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സോപ്പുകൾ ഒന്നാണ് ഡോ, അതുപോലെ പിയേഴ്സ്, പിന്നെ ഒന്ന് പെട്ടതാണ് ഈ ജോൺസൺ ബേബീസ്. ഇത് ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്ന കുറച്ച് സോപ്പുകളാണ് ഈ മൈൽഡ് സോപ്പുകളിൽ കേട്ടോ. അല്ലാതെ നമുക്ക് ഈ മെഡിസിൻ ടൈപ്പ് സോപ്പുകൾ കിട്ടും, ഞാൻ അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് എപ്പോഴും. അപ്പോൾ എനിക്കിതിൻ്റെ വൈറ്റ് കളറാണ് കുറച്ചും കൂടി ഇഷ്ടം, അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലതാട്ടോ. ഇതിപ്പോൾ പിങ്കാണ്, അപ്പോൾ അത് വൈറ്റാണ് കുറച്ചുകൂടി ഒരു നൊസ്റ്റാൾജിക് ഫീൽ. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ബേബീസിൻ്റെ സെക്ഷനിൽ ഈ പുറത്തുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്, ഈ ജോൺസൺ ബേബിൻ്റെ സോപ്പ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ മാറി തോന്നി സെബാമെഡ്. ഇപ്പോൾ ഞാനൊക്കെ നാട്ടിൽ വരുമ്പോൾ പിള്ളേർക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറയുന്ന സാധനം വേറെ ബ്രാൻഡുകളൊക്കെയാണ്. ആരും ജോൺസൺ ബേബി വാങ്ങിക്കലില്ല. അപ്പോൾ പക്ഷേ ഇവിടെ എല്ലാവരും കൂടുതൽ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ജോൺസണിൻ്റെ തന്നെ പെർഫ്യൂം. അതുപോലെ ഞാൻ വേറൊരു സംഭവം കാണിക്കാമെന്ന് വെച്ച് ഓർത്തു. ഈ ഒരു ജോൺസന്റെ ഈ ഒരു സോഫ്റ്റ് ക്രീം ഫേസ് ആൻഡ് ബോഡിയാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നല്ലതാട്ടോ, എനിക്ക് നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണ്. അപ്പോൾ വളരെ ലൈറ്റാണ്, അതുപോലെ വേറെ ഹെവി ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഭയങ്കര ലൈറ്റാണ് ഈ സംഭവം. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഇപ്പോൾ കിഡ്സിന് നാട്ടിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്രാൻഡ്? വേറെ ഒന്നുമല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. എന്താണ് ഇപ്പോൾ ഒരു ടൈമിൽ ജോൺസൺ ബേബി ഭയങ്കര കെമിക്കലാണ്, ഹാംഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് നാട്ടിലാരും യൂസ് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട് ദാറ്റ്, ബിക്കോസ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു pH ലെവലിൻ്റെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. എനിക്ക് തോന്നുന്നു അതും അവിടുത്തെ പ്രൊഡക്റ്റും ഇവിടത്തെയും നല്ല വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ ഈ പല ബേബി പ്രൊഡക്ട്സ് സിർലാക്കാണെങ്കിലും അവിടുത്തെ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കുറേ ആളുകളൊക്കെ ഇപ്പോൾ അതൊക്കെ മാറ്റി, ഇപ്പോൾ ബേബി ജോൺസൺ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഈ ഐറ്റമാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ കുറേ നാൾ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം എത്ര പേർക്ക് ഇപ്പോഴും ജോൺസൺ ബേബി ഇത് യൂസ് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് കൂടുതലും യൂസ് ചെയ്യാറെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എത്ര പേർക്ക് ഇതൊക്കെ ഇപ്പോഴും ഇഷ്ടമാണ്, എത്ര പേര് യൂസ് ചെയ്യണമെന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു വീഡിയോ ഇട്ടെന്നുള്ളൂ. അപ്പോൾ എനിക്കിത് വലിയ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെയും. പിന്നെ എന്തുകൊണ്ടാണ് ഇത് നാട്ടിലൊക്കെ ഇപ്പോൾ ആരും യൂസ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന പ്രൊഡക്റ്റാണിത്. ബാക്കി ബ്രാൻഡുകളാണ് അങ്ങനെ ആരും എടുക്കാത്തത്. ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ആളുകൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ജോൺസൺ ബേബീൻ്റെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ.